ഇത് ആച്ചാമരം എന്നാണ്. ആ മരത്തിൽ കൂടി ഇത് കടഞ്ഞെടുക്കുന്നതാണ് ഈ നാഗസ്വരം എന്ന് പറയുന്ന ഈ വാദ്യം. മേൽഭാഗം ഒളവെന്നും കീഴ്ഭാഗം അണസെന്നുമാണ് നമ്മൾ അതിന് നാമകരണം. തമിഴ്നാട്ടിൽ മാത്രമേ ഈ മരം കിട്ടുകയുള്ളൂ, നമ്മുടെ കേരളത്തിലെങ്ങുമില്ല. വില്ലിൽ നിന്ന് അറുത്ത് കൊണ്ടുവന്ന് കൈകൊണ്ട് കടഞ്ഞെടുക്കുന്നതാണ്. ഇതിനകം എല്ലാം പൊള്ളയാണ്. എന്നിട്ട് ഈ ശിശിരങ്ങൾ ഇട്ടിരിക്കുന്നത് ഓരോ സ്വരങ്ങളാണ്. ഇത് വായിക്കണമെങ്കിൽ ഇതുപോലൊരു സാധനം വേണം. അതായത് ശീവാളി എന്നാണ് റീഡെന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇത് ശീവാളി എന്നാണ് ഇതിൻ്റെ നാമകരണം. ഇത് ഒരു സൈസ് പുല്ലാണ്, അച്ചുകോൽ എന്ന് പറയും. ഇത് ഇട്ടാണ് നമ്മളിത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ അച്ചുകോൽ എന്ന് പറയുന്ന ഒരു ഉപകരണം. ത്യാഗരാജസ്വാമി രചിച്ചതും മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചതും അത് ശ്യാമശാസ്ത്രികൾ രചിച്ചതും സ്വാതിർനാൾ മഹാരാജാവ് രചിച്ചതും അങ്ങനെ നിരവധി കൃതികൾ ഇന്ന് നമുക്ക് എല്ലാവരും നമ്മൾ ഇന്ന് കേൾക്കുന്ന എല്ലാം അവരുടെ കൃതികളാണ്. പിന്നെ ഈ നിലയിലെത്തിച്ചത് വെട്ടിക്കോല ആ നാടും ജനങ്ങളും അതിനുപരി പറയേണ്ടത് വെട്ടിക്കോല ദേവന്മാരുടെയൊക്കെ അനുഗ്രഹമാണ്. അപ്പോൾ നാട് കഴിഞ്ഞേ ഉള്ളൂ എനിക്കെല്ലാം. കെട്ടിമേളം എന്ന് പറയും ആ വിവാഹം. കാരണം ഒരു വിവാഹ ചടങ്ങ് തന്നെ നടത്തുമ്പോൾ ഈ കെട്ടിമേളം എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒരു ഇതാണ്. അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം. ആ നാസരത്തിൽ കൂടെ ആ കെട്ടിമേളം ആ തകിലും വാദ്യവും എല്ലാം കൂടെ ആണ്. നമസ്കാരം. ഫോക്കസ് മീഡിയ കയ്യൊപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. വെട്ടിക്കവല KN ശശികുമാർ. നാഗസ്വര സംഗീത സോപാനത്തിൽ അരനൂറ്റാണ്ടിലേറെ കാലത്തെ സംഗീത സവര്യ. നാഗസ്വര സംഗീതത്തെ ഇത്രയേറെ ജനകീയമാക്കിയ കലാകാരൻ. ശ്രുതിമധുരമായ വാദനത്തിലും അഗാധമായ അവബോധം പുലർത്തുന്ന അദ്ദേഹം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ വെട്ടിക്കവല എന്ന ചെറിയ ഗ്രാമത്തിലാണ് KN ശശികുമാർ ജനിച്ചത്. മുത്തച്ഛൻ വേലായുധൻ പിള്ള പ്രശസ്തനായ തകിൽ കലാകാരനായിരുന്നു. അച്ഛൻ നാരായണ പിള്ളയും അമ്മ ഗൗരിക്കുട്ടി അമ്മയും കഥകളിയിൽ പരിശീലനം നേടിയ കലാകാരന്മാരായിരുന്നു ഇരുവരും. 10 വയസ്സുള്ളപ്പോൾ ശശികുമാറിൽ അന്തർലീനമായ സംഗീത പ്രതിഭയെ മുത്തച്ഛൻ കണ്ടെത്തി. പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ രാഘവ പണിക്കരുടെ കീഴിൽ നാഗസ്വരം അഭ്യസിക്കാൻ തുടങ്ങി. 10 വർഷത്തിന് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയി. പ്രശസ്ത നാഗസ്വര കലാകാരൻ മായാപുരം ഗോവിന്ദരാജ പിള്ളയുടെ കീഴിൽ 5 വർഷം ഉന്നത പഠനം. സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി. പ്രകടനത്തിലൂടെ താൻ ഒരു മികച്ച കലാകാരനെന്ന് തെളിയിച്ചു KN ശശികുമാർ. AIR, ദൂരദർശൻ എന്നിവയിൽ നിരവധി പരിപാടികൾ അവതരിപ്പിക്കുകയും A ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്ന അംഗീകാരം നേടുകയും ചെയ്തു. അദ്ദേഹം കേരളത്തിലും പുറം സംസ്ഥാനങ്ങളിലും വേദികൾ ഒന്നിനു പുറകെ ഒന്നായി കീഴടക്കി. ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും തിരുവിഴ ജയശങ്കറുമായി സഹകരിച്ച് നിരവധി കച്ചേരികൾ നടത്തുകയും ചെയ്തു. വെട്ടിക്കവലയിലെ വീട്ടിൽ ഭാര്യയും മക്കളും കൊച്ചുമക്കളോടും ഒപ്പം അദ്ദേഹം ഇന്നും നിർത്താതെ തൻ്റെ കലാസാപര്യ തുടരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നാഗസ്വരത്തിൽ പതിറ്റാണ്ടുകളായി സംഗീത സപര്യ നടത്തിവരുന്ന വെട്ടിക്കവല ശശികുമാർ സാറാണ്. നമസ്കാരം സാർ. നമസ്തേ. കയ്യൊപ്പിലേക്ക് സ്വാഗതം. 65 വർഷ കാലയളവ് കൊണ്ട് ഈ നാഗസ്വര മേഖലയിലേക്ക് സാറിപ്പോൾ സജീവമായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം? എൻ്റെ കുടുംബം പ്രത്യേകിച്ച് കലാരംഗത്ത് ഉള്ളൊരു കുടുംബമായിരുന്നു പാരമ്പര്യമായിട്ട്. പിന്നെ ഈ രംഗത്ത് വരാൻ എൻ്റെ മുത്തച്ഛനാണ് അതിന് എനിക്ക് പ്രയോജനം തന്നത്. പ്രാരംഭഘട്ടത്തിൽ അത് മുത്തച്ഛൻ മനസ്സിലാക്കിയിരുന്നത് സാറിന് ഇത്തരത്തിലുള്ളൊരു കഴിവുണ്ട് എന്നുള്ളത്? എനിക്ക് വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളിൽ അന്നത്തെ കാലത്ത് ഈ നാഗസ്വര കല കേൾപ്പിക്കുന്നതിന് എന്നെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അത് കണ്ടാണ് ഞാൻ ഈ കപ്പത്തണ്ട് കൊണ്ട് ഇങ്ങനെ അതുപോലെ വെള്ളത്തിൽ വെച്ച് ഇങ്ങനെ ഊതി ശബ്ദം. അപ്പോൾ ആ ഒരു കാഴ്ച മുത്തശ്ശന് മനസ്സിലായപ്പോൾ ഇതിലേക്ക് എന്നെ
പഠിപ്പിച്ചാൽ അത് വളരെ നന്നായിരിക്കുമെന്ന് മുത്തശ്ശന് തോന്നിയിരിക്കാം. അങ്ങനെയാണ് എന്നെ ആ കാലഘട്ടത്തിൽ ബഹുമാനീയനായ നാഗസ്വര വിദ്വാനായിരുന്ന തിരുവിഴ രാഘവ പണിക്കർ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് എന്നെ കൊണ്ടുവന്ന് അന്ന് ആ ഗുരുകുല സമ്പ്രദായത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് എന്നെ ഈ കല പഠിപ്പിക്കാൻ ആരംഭിച്ചത്. അങ്ങനെ 10-15-20 വർഷത്തെ കാലം അവിടെ തന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അരങ്ങേറ്റങ്ങളും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. ഗുരുവിൽ നിന്നും ഈ ഒരു സംഗീതം അഭ്യസിക്കുന്ന കാലത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കാലാംശത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ സാറിന് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് മറക്കാനൊക്കാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തിരുവിഴ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അതായത് എൻ്റെ ഗുരുനാഥൻ്റെ സ്ഥലമാണ് അതാണ് തിരുവിഴ രാഘവ പണിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ഷേത്രത്തിൽ അന്ന് അദ്ദേഹത്തിനോടൊപ്പം കൂടെ വായിക്കേണ്ട സപ്പോർട്ട് വായിക്കേണ്ട അദ്ദേഹം വന്നില്ല. അന്ന് ഗുരുനാഥൻ ഉടനെ തന്നെ നാസര എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, കൂടെ വായിക്കാൻ പറഞ്ഞു. അത് അങ്ങനെ എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ ആദ്യമായിട്ട് അവിടെ വായിക്കുന്ന ഒരു മഹത്തായ ഒരു സംഭവം എനിക്കുണ്ടായി. അതാണ് എനിക്ക് മറക്കാനൊക്കാത്തത്. അവിടെ നിന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി. ഞാൻ പോകാത്ത കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പോയി കച്ചേരികൾ, ജനങ്ങളുടെ സപ്പോർട്ടും അവരുടെ അനുഗ്രഹവുമാണ് ഞാൻ ഇന്ന് വളരാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കർണാട്ടിക് സംഗീതം അടക്കം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ അടിസ്ഥാനം പഠിക്കുന്നത് മായ, മാളവ, ഗൗളവ രാഗം, അതായത് സരിഗമ പദനിസ എന്നുള്ള ആ രാഗത്തിലാണല്ലോ പഠിക്കുന്നത്. ഈ നാഗസ്വരത്തിൽ എങ്ങനെ അതിൻ്റെ ഒരു ട്രഡീഷണൽ രീതി ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് അത് പഠിക്കുന്നത്? സത്യം പറഞ്ഞാൽ കർണാടക സംഗീതമാണ് നാഗസ്വരത്തിലും. നമ്മൾ വായ്പാട്ടിൽ സംഗീതം പഠിച്ചതിന് ശേഷം വേണം നാഗസ്വരത്തിൽ കൂടി അത് നമ്മൾ അഭ്യസിച്ചെടുക്കാൻ പരിശീലിക്കേണ്ടത്. നാഗസ്വരത്തിൽ എന്ന് പറയുമ്പോൾ സപ്തസ്വരങ്ങൾ മായാമാള ഗൗള രാഗത്തിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. അത് സരിഗമ പദനിസ സാനിധപ്പ മകേരിസ, ആ സ്വരങ്ങൾ. പിന്നെ അത് വരിശകൾ ധാരാളമുണ്ട്, അലങ്കാരങ്ങൾ വരെ നമ്മൾ അത് ശരിയായ രീതിയിൽ സാധകം ചെയ്ത് പഠിച്ച് വന്നെങ്കിൽ മാത്രമേ മറ്റ് സ്വരങ്ങളിലേക്കൊക്കെ നമുക്കതിൻ്റെ രീതികൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ അതായത് കർണാടക സംഗീതമാണ്. അത് നമ്മൾ ഇതിൽ ഈ ഉപകരണത്തിൽ കൂടി നമ്മൾ വായിക്കുന്നു. ഈ നാഗസ്വരത്തിൽ ഈ പറയുന്ന പോലെ അത് പഠിക്കാൻ വരുന്ന കുട്ടികൾ ഒട്ടനവധി ഉണ്ട് ഇപ്പോൾ. പ്രത്യേകിച്ച് ഒരു പുതിയ ജനറേഷൻ കുട്ടികൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ് ഇത് വായിക്കുന്നത്. അതിലേക്ക് സാറിൻ്റെ ഒരു പുതിയ തലമുറയോടുള്ളൊരു മറുപടി? നല്ലതാണ്. കാരണം നാഗസ്വരം എന്ന് പറയുന്ന ആ വാദ്യത്തിന് ഓരോ ശ്രുതിയാണ്. ആ ശ്രുതിയിൽ മറ്റു വാദ്യങ്ങളെല്ലാം ചേരണം. അതാണ് ഇതിനകത്തുള്ള പ്രധാനമായ ഒരു പ്രത്യേകത. അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന പരിപാടി, ഈ വാദ്യങ്ങളെല്ലാം ചേർത്ത് ചെയ്യേണ്ടത്. ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്തതാണ്. അന്നത്തെ കാലത്ത് വർഷങ്ങളായി സ്വാതിരുന്നാൾ സംഗീത സഭയിൽ നാഗസ്വരം, വയലിൻ, ഫ്ലൂട്ട്, വീണ ഇതെല്ലാം ചേർത്ത് അത് വർഷങ്ങളായി. അതിനുശേഷം ഇപ്പോൾ ധാരാളം ഇപ്പം വരുന്ന തലമുറകളും വെച്ചിട്ടുള്ള പക്കമേളം വെച്ചിട്ടുള്ള കച്ചേരികളടക്കം. അതെ അതെ. അതായത് ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്രയും വാദ്യങ്ങൾ ഈ നാഗസ്വരത്തിൻ്റെ ശ്രുതിയിൽ ചേരണം. മൃദംഗമായാലും ഇപ്പം തകില്, മൃദംഗം, ഘടം, ഗഞ്ചിറ, മുഖർശംഖ് ഇതെല്ലാം ഈ പറയുന്ന വാദ്യത്തിൻ്റെ ശ്രുതിയിൽ വേണം ഇതെല്ലാം ചേരാൻ. അപ്പോൾ അത് ചേർന്നെങ്കിൽ മാത്രമേ ആ പരിപാടി ചെയ്യുന്നതിന് അത് പൂർണ്ണത ആവത്തുള്ളൂ. ആ ശ്രുതിശുദ്ധത വരണമെങ്കിൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കൂ. പിന്നെ ചടങ്ങെന്ന് പറയുമ്പോൾ ഏത് ചടങ്ങിനായാലും അതിൻ്റേതായിട്ടുള്ള കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്ന ആ കർണാടക സംഗീതത്തിൻ്റെ ആ പ്രാധാന്യം കുറയാതെ അത് ചെയ്യണം. പിന്നെ ഇന്നത്തെ തലമുറയിൽ പുതിയ പുതിയ ജനറേഷൻ വരുന്നത് അറിയാമല്ലോ. കാലത്തിൻ്റെ മാറ്റം കൊണ്ട് ഇന്ന് ഒരുപാട് രീതിയിൽ അത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് നല്ല കാര്യമാണ്. ചെയ്യുന്നത് ശുദ്ധമായിട്ട് അത് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി അതിനുണ്ടാവും. ശുദ്ധമായിട്ടുള്ള സംഗീതം നിലനിർത്തി അത് കൊണ്ടുപോകണം. ഈ നാഗസ്വര പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ തലമുറയിലെ കുട്ടികൾ ഇപ്പോൾ വരുന്നുണ്ട്. അവരോട് എന്താണ് സാറിന് പങ്കുവെക്കാനുള്ളത്? നല്ല കാര്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ നാഗസ്വരം എന്ന് പറയുമ്പോൾ ആ കലയ്ക്ക് നാഗസ്വരത്തിന് അത് അഭ്യസിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്.
കാരണം ആ വിരലുകൾ, കാരണം 7 സ്വരങ്ങൾ നമ്മൾ അതിൽ കൂടി ഓരോ സ്വരങ്ങളും അത് അഭ്യസിച്ച് സാധകം ചെയ്യണം. വളരെ സാധകത്തിൽ കൂടിയേ നമുക്കത് നല്ല രീതിയിൽ അതിനെ നമുക്ക് ജനങ്ങളിലേക്ക് അത് ആ സ്വരത്തിൻ്റെ ആ നാദം എന്ന് പറയുന്ന ആ ശബ്ദം വെളിയിൽ കേൾക്കുമ്പോൾ ശുദ്ധത വരണം. ആ കർണാടക സംഗീതത്തിന് യാതൊരു കോട്ടവും വരാതെ ആ വായ്പാട്ട് പോലെ തന്നെ അതിൻ്റെ സാഹിത്യം നമ്മൾ അറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് കേൾക്കുന്നവർക്ക് അത് വളരെ ഇമ്പമായിരിക്കും, നല്ലതായിരിക്കും. സാറേ, ഈ നാഗസ്വരം എന്ന ഈ വാദ്യോപകരണത്തിന് ഇത് ചെയ്തെടുക്കുന്നതിൽ വലിയ പരിശ്രമമുണ്ട്. അതിനെ സംബന്ധിച്ച് സാറൊന്ന് പറയാമോ പൊതുജനങ്ങളോട്? നാഗസ്വരം എന്ന് പറയുന്നത് ഇത് ആച്ചാമരം എന്നാണ് ആ മരത്തിൻ്റെ നാമകരണം. ആ മരത്തിൽ കൂടി ഇത് കടഞ്ഞെടുക്കുന്നതാണ് ഈ നാഗസ്വരം എന്ന് പറയുന്ന ഈ വാദ്യം. അതായത് ഈ മേൽഭാഗം ഒളവെന്നും പറയും. ഇത് സെപ്പറേറ്റായിട്ട് കീഴ്ഭാഗം അണശെന്നുമാണ് നമ്മൾ അതിന് നാമകരണം. ഇത് വലിയ മരങ്ങളാണ്. ഇത് തമിഴ്നാട്ടിൽ മാത്രമേ ഈ മരം കിട്ടുകയുള്ളൂ, നമ്മുടെ കേരളത്തിലെങ്ങുമില്ല. ഈറ്റയുടെ നിറമുള്ള ഒരു മരമാണ്. വളരെ വലിയ മരങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് വില്ലിൽ നിന്ന് അറുത്ത് കൊണ്ടുവന്ന് കൈകൊണ്ട് കടഞ്ഞെടുക്കുന്നതാണ്. ഇതിനകം എല്ലാം പൊള്ളയാണ്. എന്നിട്ട് ഈ ശിശിരങ്ങൾ ഇട്ടിരിക്കുന്നത് ഓരോ സ്വരങ്ങളാണ്. ഈ കാണുന്ന ഇവിടെ 2 ഇത്രയും സ്വരങ്ങൾ, പിന്നെ ഈ ഇവിടെ ഇതിൻ്റെ 2 ഇത്രയും ദ്വാരങ്ങൾ, അതിൻ്റെ സ്വരങ്ങൾ ഓരോന്ന് വെച്ചിരിക്കുന്നത്. ഈ നാഗസ്വരം എന്ന് പറയുമ്പോൾ നമ്മൾ അഭ്യസിക്കുമ്പോൾ കൈ 2 ഇങ്ങനെ വെച്ച് ഈ ഇടത്തെ വശം മേൽഭാഗത്തും വലത്തെ കൈ താഴെ ഈ സ്വരങ്ങളുമായിട്ട് വെച്ച് വായിക്കുന്നതാണ് ഇത് പഠിക്കാൻ ആദ്യം ഉപയോഗിക്കുന്നത്. ഇത് 2.5 കട്ട എന്ന് പറയും. അതായത് ഡി ഷാർപ്പ് എന്ന് പറയും ആ ശ്രുതി. ഇത് തയ്യാറാക്കുക. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ 3 ഇതിലും ചെറുതായിരുന്നു, ഇത്രയേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് ഈ ഇത്രയും വലിപ്പം വന്നത്. പിന്നെ ഇത് വായിക്കണമെങ്കിൽ ഇതുപോലൊരു സാധനം വേണം. അതായത് ശീവാളി എന്നാണ് റീഡെന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇത് ശീവാളി എന്നാണ് ഇതിൻ്റെ നാമകരണം. ഇത് ഒരു സൈസ് പുല്ലാണ്. ആ പുല്ലിനെ ഇതെല്ലാം നമ്മുടെ തമിഴ്നാട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കാവേരി ഓരങ്ങളിൽ വളർന്ന് പിടിച്ച് നിൽക്കുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചെടി പോലെ ഇവിടെ കേരളത്തിലൊക്കെ ചിലയിടത്തുണ്ട്. അതുപോലെ അതിൽ നിന്ന് കൊണ്ടുവന്ന് അതിനെ പാകപ്പെടുത്തി എടുക്കുന്നതാണ് ശീവാളി എന്ന് പറയുന്ന ഇതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ വെച്ച് ആ ശ്രുതിയോട് ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ അത് ശബ്ദം വിളി കേൾക്കത്തുള്ളൂ. ഇത് എച്ചുകൊണ്ട് ശരിയാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ എച്ചി വേണം ഇതിന് ആ ശ്രുതി പാകപ്പെടുത്തി എടുക്കാം, എങ്കിലേ ശബ്ദം കേൾക്കത്തുള്ളൂ. അങ്ങനെയാണ് അത് എടുത്തു വെച്ച് വെച്ചാൽ അവസരം കേൾക്കത്തുള്ളൂ. അച്ചുകോൽ എന്ന് പറയും. ഇത് ഇട്ടാണ് നമ്മളിത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ അച്ചുകോൽ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് അത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇത് പഠിക്കാൻ വരുന്ന ഒരു കുട്ടിന് ആദ്യം പഠിപ്പിക്കുന്ന ഒരു കുഞ്ഞിന് ആദ്യമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് സാ എന്നുള്ള ആ ശബ്ദം. അത് കഴിഞ്ഞ് ഇത് പഞ്ചമം പാ എന്നുള്ള സ്ഥലം. പിന്നെ അതിൻ്റെ മേളിൽ സാ എന്ന് വെച്ചാൽ മേൽ സജ്ജം എന്ന് പറയും. ഇത് ശ്രുതി സ്വരം പിടിക്കുക എന്ന് പറയും. പിന്നെ നമ്മളിപ്പോൾ സപ്തസ്വരം ഇതിനകത്ത് വായിക്കുകയാണെങ്കിൽ ആദ്യം ഇതാണ് സപ്തസ്വരം. നമ്മൾ ആദ്യം തുടങ്ങുന്ന അക്ഷരം സംഗീതത്തിൽ, കർണാടക സംഗീതത്തിൽ വായ്പാട്ടിലായാലും ഇത് നമ്മുടെ നാഗസ്വരത്തിലായാലും മറ്റ് ഏത് വാദ്യത്തിലായാലും കർണാടക സംഗീതം പഠിക്കണമെങ്കിൽ ആദ്യം സപ്തസ്വരം വായിച്ച് അത്
ഓരോ ഇപ്പം നമ്മൾ വായിച്ച 1-ാം കാലം 2-ാം കാലം 3-ാം കാലം എന്നിങ്ങനെ അതിന് ഓരോ ഇതുണ്ട്. അത് ഒരു സ്പീഡ് കൂട്ടി നമ്മൾ വായിക്കുക. വർണ്ണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കീർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും പ്രധാനമായിട്ട് നമുക്ക് ഈ സ്വരസ്ഥാനങ്ങളാണ് നമുക്കിതിനകത്ത് ആദ്യകാലം നമ്മൾ അഭ്യസിക്കേണ്ടത്. അത് ശുദ്ധമായിട്ട് നമ്മൾ ആ നാദശുദ്ധിയോട് അത് പിടിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് കീർത്തനങ്ങളും രാഗങ്ങളും എല്ലാം 72 മേളകർത്ത രാഗങ്ങളുണ്ട്. അങ്ങനെ 10,000-കണക്കിന് രാഗങ്ങളുണ്ട്. അതിലുള്ള കൃതികൾ ത്യാഗരാജസ്വാമി രചിച്ചതും മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചതും അത് ശ്യാമശാസ്ത്രികൾ രചിച്ചതും സ്വാതിർനാഥ് മഹാരാജാവ് രചിച്ചതും അങ്ങനെ നിരവധി കൃതികൾ കർണാടക സംഗീതത്തിൽ നിന്ന് വായ്പാട്ടിലായാലും ഉപകരണ സംഗീതത്തിലായാലും നമ്മളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷമാണ് വിവാഹം. എല്ലാ വിവാഹങ്ങൾക്കും ഈ നാദസ്വരത്തിൻ്റെ മേളങ്ങളുണ്ട്. അങ്ങ് ചോദിച്ച ആ ഒരു ചോദ്യം ഒരു മഹത്തായ കാര്യമാണ്. കാരണം വിവാഹമെന്ന് പറയുന്നത് അത് പുണ്യമായ ഒരു സംഭവമാണ്. അതിനാണ് പ്രത്യേകിച്ച് നാഗസ്വരം അതിന് പ്രധാനമായിട്ടും വേണം. ആ മംഗളവാദ്യം എന്ന് പറയുന്ന വാദ്യം അത് വായിക്കേണ്ട വിധത്തിൽ ആ നല്ല രീതിയിൽ നാഗസ്വരമാണ് വിവാഹങ്ങൾക്ക് ആ വധുവിനും വരനെയും ഈശ്വരൻ അനുഗ്രഹിക്കുന്നത് പോലുള്ള ഒരു അനുഭൂതിയാണ്. അപ്പോൾ വിവാഹത്തിന് നിശ്ചയമായിട്ടും നാഗസ്വരം തന്നെ വേണമെന്നുള്ളതാണ്. അതും ശുദ്ധമായിട്ട് വായിക്കണം. വിവാഹത്തിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ വരനെ പോയി സ്വീകരിച്ചുകൊണ്ട് വരുന്നത് ആ നാദശുദ്ധിയോടുകൂടി തവിലും ഈ നാഗസ്വരവും തവിലും കൂടാണ് പോയി കൊണ്ടുവരുന്നത്. അതുപോലെ മുഹൂർത്തത്തിന് ഈ വായിക്കേണ്ട ചില കൃതികളുണ്ട്. പ്രത്യേകിച്ച് അത് വായിക്കണമെന്നാണ്. അതൊക്കെ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം തുടങ്ങുമ്പോൾ ഗണപതിയെ സ്തുതിക്കുക, പിന്നെ ദേവിയെ, പിന്നെ പ്രത്യേകിച്ച് വരനെ സ്വീകരിച്ചുകൊണ്ട് വരുമ്പോൾ വായിക്കേണ്ട ഉണ്ട്. പിന്നെ അതുകൂടാതെ വിവാഹ താലി കെട്ടിന് മുമ്പായിട്ട് നമ്മൾ ആ സന്തോഷം അത് പ്രത്യേകിച്ച് അതിനൊക്കെ ചില കൃതികളുണ്ട്. അത് വായിച്ചിട്ട് കെട്ടിമേളം എന്ന് പറയും. ആ വിവാഹം, കാരണം ഒരു വിവാഹ ചടങ്ങ് തന്നെ നടത്തുമ്പോൾ ഈ കെട്ടിമേളം എന്ന് പറയുന്നത് നമ്മൾ ഈ കേട്ടിട്ടുണ്ടാവും. ഒരു എല്ലാം കൂടെ ഒരു ഇതാണ്. അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം. ആ നാഗസ്വരത്തിൽ കൂടെ ആ കെട്ടിമേളവും ആ തകിലും വാദ്യവും എല്ലാം കൂടാണ്. പ്രത്യേകിച്ച് നാഗസ്വരത്തിൽ എന്ന് പറയുന്നത് നാഗസ്വരം തകിലും മാത്രമല്ല, ശ്രുതിയുണ്ട്, താളവും വേണം. ഇതിനെല്ലാം ഇത്രയും പേരുണ്ടെങ്കിലേ നോക്കൂ. ആ കെട്ടിമേളം വായിക്കുമ്പോഴാണ് എല്ലാവരും അതിലേക്ക് ശ്രദ്ധിക്കുന്നത്. ആ ഒരു വിവാഹ ചടങ്ങിന് എവിടെ നിന്നാലും കാര്യം പറഞ്ഞിട്ടാണ് ഈ കെട്ടിമേളം വരുമ്പോൾ ആ വരൻ വധുവിന് താലി ചാർത്തുവാണ്. ആ രംഗത്ത് ആ ജനം കൂടിയിരിക്കുന്നവരെല്ലാം അവരെ അനുഗ്രഹിക്കുകയാണ്. അതിനാണ് കെട്ടിമേളം. സാറിൻ്റെ പേരിനോടൊപ്പം ഈ നാടിൻ്റെ പേരൂടെ ചേർത്തു വെട്ടിക്കവല. വെട്ടിക്കവല ശശികുമാർ എന്നാണ് അറിയപ്പെടുന്നത് കേരളം മുഴുവൻ തന്നെ. അങ്ങനൊരു വെട്ടിക്കവലയോടെ ചേർക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? എനിക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വെട്ടിക്കവല ഞാൻ ജനിച്ചു. ഈ മഹത്തായ പുണ്യഭൂമിയിൽ വെട്ടിക്കവല മഹാക്ഷേത്രവും ക്ഷേത്രങ്ങൾ കീഴിട്ടും മേലിട്ടും അതിന് മുമ്പിലായിട്ട് ഞാൻ ആദ്യക്ഷരം കുറിച്ച വെട്ടിക്കവല സ്കൂൾ, ഇത്ര മഹത്തായ ഒരു സ്ഥലത്ത് നമ്മുടെ നാടാണ് ഈ രംഗത്ത് ആദ്യം നമ്മുടെ പേരിനെക്കാട്ടിലും വരേണ്ടതെന്ന് എനിക്ക് എന്തോ ഈശ്വരൻ്റെ ആ ഒരു ഇതായിരിക്കും എനിക്കങ്ങനെ വന്നത്. കാരണം പലരും സ്ഥലപ്പേര് വെക്കാറില്ല. ഇപ്പോഴാണ് എല്ലാവരും സ്ഥലപ്പേര് വെക്കുന്നത്. പക്ഷേ ഞാൻ തുടക്കം മുതലേ വെട്ടിക്കവല KN ശശികുമാർ എന്നാണ്. ഇന്ന് ലോകമെമ്പാടും ആ പേരിലാണ്. ഞാൻ വെളി രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. നമ്മുടെ നാട് അത്ര പുണ്യമായ ഒരു മഹത്തായ എന്നെ ഈ നിലയിൽ എത്തിച്ചത് വെട്ടിക്കവല ആ നാടും ജനങ്ങളും. അതിനുപരി പറയേണ്ടത് വെട്ടിക്കവല ദേവന്മാരുടെയൊക്കെ അനുഗ്രഹമാണ് എനിക്ക് ഇന്ന് വരെ. അപ്പോൾ നാട് കഴിഞ്ഞേ ഉള്ളൂ എനിക്കെല്ലാം. ആകാശവാണിയിലെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു. ഒട്ടനവധി പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ തന്നെ സാറിന് ലഭിച്ചിരുന്നു. ആകാശവാണിയിൽ ഇന്ന് ടോപ്പ് ഗ്രേഡ് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. അവിടം വരെ എനിക്ക് ആകാശവാണി തന്നു. പിന്നെ അതിനെല്ലാം അപ്പുറം ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിലുള്ള കലാ സാംസ്കാരിക രംഗങ്ങളിലുള്ള സംഘടനകളും
നമ്മുടെ കേരള സംസ്ഥാനവും ഗവൺമെൻറ്റുകളും ധാരാളം അവാർഡുകൾ എനിക്ക് തന്നു. എണ്ണിയാൽ തീരാത്തതുപോലുള്ള അക്കാദമി സംഗീത നാടക അക്കാദമി അവാർഡ്, അതായത് മലയമാരുത പേര് അവാർഡിൻ്റെ പേരാണ്. നാദസുധ, നാദരത്നം, സംഗീതരത്ന, അങ്ങനെ പറഞ്ഞാൽ ധാരാളം. ശബരിമല തത്വമസി അത് ശബരിമലയിൽ അയ്യപ്പൻ്റെ ആ പമ്പയിൽ വെച്ച് ഇതുപോലെ തത്വമസി അവാർഡ്, അങ്ങനെ നിരവധി അവാർഡുകൾ എനിക്ക് കിട്ടി. എല്ലാത്തിനെയും ഞാൻ ഒരുപോലെ കണ്ടുകൊണ്ട് ഇന്നും നമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിനെ കാണുന്നതിനും കേരളത്തിനെ തന്നെ ലോകമെമ്പാടും അറിയുന്ന ഗാനഗന്ധർവൻ ദാസേട്ടൻ ഈ വീട് സന്ദർശിച്ചിരുന്നു സാറിനെ കാണുന്നതിന് വേണ്ടിയിട്ട്. അതൊരു വലിയ സംഭവമാണ്. വെട്ടിക്കവലെ സംബന്ധിച്ചും ഈ ഗ്രാമത്തെ സംബന്ധിച്ചും മറക്കാനൊക്കാത്ത ഒരു വലിയ മഹത്തായ കാര്യമാണ്. ഇവിടെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നവരാത്രി കാലയളവിൽ നടക്കുന്ന ആ നവരാത്രിയിലെ ഗാനഗന്ധർവനായ യേശുദാസ് ഇവിടെ ആ നവരാത്രിക്ക് പാടാനൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഉണ്ടായി. അദ്ദേഹം എൻ്റെ ഭവനത്തിൽ ഇവിടെ വന്ന് അല്പം നേരം ഇരുന്നിട്ടാണ് കച്ചേരിക്ക് പോയത്. അത് ഒരു മഹത്തായ ഒരു കാര്യമാണ്. മഹാനായ ദേവരാജൻ മാസ്റ്റർ അദ്ദേഹം തിരുവനന്തപുരത്ത് എൻ്റെ ഒരു കച്ചേരി നടക്കുമ്പോൾ കേൾക്കാൻ വന്നിരുന്നു. അതിനുശേഷം വന്ന് എന്നെ അനുമോദിച്ച്, അത് ജീവിതത്തിൽ എനിക്ക് മറക്കാനൊക്കാത്ത ഒരു ഓർമ്മയാണ് ഇന്നും. നാദസ്വരത്തെ സംബന്ധിച്ച് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഫാമിലിയെ സംബന്ധിച്ച് പറഞ്ഞില്ല. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ അതും ഒരു കലാകാരിയാണ്. നൃത്തത്തിൽ വളരെ കാലം നല്ല രീതിയിൽ നൃത്തം അഭ്യസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്റ്റേജുകളിൽ ഭരതനാട്യവും അവതരിപ്പിച്ച ഒരു വ്യക്തി, കലാകാരിയാണ് എൻ്റെ ഭാര്യ രാധാമണി എന്ന് പറയും. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് ഒരു മകൻ, രണ്ടാമത്തേത് മകളാണ്. മൂത്ത ആൾ സംഗീതം പഠിച്ചു, നാഗസ്വരവും പഠിച്ചതാണ്, ജോലിക്ക് പോന്നു. അദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളും മോനുണ്ട്. മകൾക്കാണെങ്കിൽ 2 കുട്ടികളാണ്. മകൾ സംഗീതം പഠിച്ചു, ധാരാളം കച്ചേരികൾ നടത്തി. ഇന്നും ചില കച്ചേരികൾ ചെയ്യുന്നുണ്ട്. മരുമകനാണെങ്കിൽ ആയുർവേദ കോളേജിലെ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ കുടുംബം നല്ല രീതിയിൽ ഞങ്ങൾ പോകുന്നു. വലിയ ഒരു തിരക്കുകൾക്കിടയിലും ഫോക്കസ് മീഡിയ കയ്യൊപ്പിന് ഒപ്പം ചേർന്ന സാറിന് നന്ദി.